ഇന്നത്തെ നമ്മുടെ വീഡിയോ പശുവിൻ്റെ പ്രസവത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ പറ്റിയാവാം. എപ്പോഴാണ് ഡോക്ടറെ വിളിക്കേണ്ടത്? എപ്പോഴാണ് ഒരു സഹായം തേടേണ്ടത്? ക്ഷീരകർഷകർക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരു പശുവിൻ്റെ ഗർഭകാലം 279 ദിവസം മുതൽ 283 ദിവസം വരെയാണ്. അതായത് 9 മാസവും 9 ദിവസം എന്ന് ശരാശരി ആയി നമുക്ക് പറയാം. ഈ ചിത്രം ഒന്ന് ശ്രദ്ധിക്കൂ. ഈ രീതിയിലാണ് പ്രസവ സമയത്ത് കുട്ടി നോർമലായി പുറത്തേക്ക് വരേണ്ടത്. അതായത് 2 കൈയുടെയും പുറമേ തല റെസ്റ്റ് ചെയ്തിരിക്കുന്ന രീതിയിലാണ് കുട്ടിയുടെ തലഭാഗം പുറത്തേക്ക് വരുന്നത്. ആദ്യം കൈയാണ് വരുന്നത്. പ്രസവത്തിൻ്റെ വിവിധ ഘട്ടങ്ങളെ പറ്റിയൊക്കെയുള്ള വീഡിയോ നേരത്തെ തന്നെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് എല്ലാവരും കണ്ടിരിക്കുമല്ലോ. ഇനി ഈ ദൃശ്യങ്ങളൊന്ന് ശ്രദ്ധിക്കാം. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം അറ്റൻഡ് ചെയ്ത ഒരു പ്രസവ കേസിൻ്റെ ദൃശ്യങ്ങളാണ്. പശു ഉച്ച മുതൽ തന്നെ പ്രസവത്തിനുള്ള ലക്ഷണങ്ങൾ കാണിക്കുന്നു, പക്ഷേ പ്രസവം നടക്കുന്നില്ല എന്ന് പറഞ്ഞാണ് പരിഭ്രാന്തനായി ആ കർഷകൻ വിളിച്ചത്. ഏകദേശം 4 മണിയായി കാണും ഞാൻ അവിടെ എത്തുമ്പോൾ. 12 മണി മുതൽ പശു വേദന ഉള്ളതായി കാണിക്കുന്നു, എഴുന്നേൽക്കുകയും കിടക്കുകയും ഒക്കെ ചെയ്യുന്നു എന്നാണ് ആ കർഷകൻ പറഞ്ഞത്. ചെന്നപാടെ ഞാനും ഒന്ന് പരിശോധിച്ചു നോക്കിയപ്പോൾ കുട്ടിയുടെ പൊസിഷനും രീതിയും ഒക്കെ നോർമലാണ്. നോർമലായി പ്രസവം നടന്നേക്കാം എന്നൊരു സാധ്യത തോന്നി. അത് കാരണം കുറച്ചു നേരം അവിടെ തന്നെ വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇടയ്ക്കിടയ്ക്ക് വേദന കാണിക്കുന്നുണ്ടായിരുന്നു. കുറച്ചു നേരം വെയിറ്റ് ചെയ്തിട്ടും ഒരു മാറ്റവും കാണാതിരുന്നതിനാൽ വീണ്ടും പരിശോധിക്കാൻ തന്നെ തീരുമാനിച്ചു. പരിശോധനയ്ക്കിടയിൽ പശു ഇടയ്ക്ക് കിടക്കുന്നുണ്ടായിരുന്നു, വീണ്ടും എഴുന്നേറ്റ് നിൽക്കുന്നു. എന്തായാലും പരിശോധിച്ചപ്പോൾ വലിയ രീതിയിലുള്ള ഒരു പുരോഗമനം കാണുന്നില്ല എന്ന് മനസ്സിലായി. പിന്നീട് ആ പ്രസവം എടുക്കുവാനുള്ള ശ്രമമായി. എങ്കിലും കയറോ വേറെ മറ്റു ബലപ്രയോഗങ്ങളോ ഒന്നുമില്ലാതെ തന്നെ കഴിവതും നോർമലായിട്ടാണ് ഈ പ്രസവം എടുക്കാൻ ശ്രമിച്ചത്. അതിൻ്റെ പല ദൃശ്യങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്. പശു നല്ല ശക്തിയായി മുക്കുന്നുണ്ടായിരുന്നെങ്കിലും ഒരു ഫീറ്റൽ പാർട്സും പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല. പിന്നീട് അകത്തേക്ക് കൈയിട്ട് കൈയുടെ ഭാഗം പുറത്തെടുക്കുകയും പിന്നീട് പതിയെ തല വരുന്നതിന് വേണ്ടിയിട്ട് പാതയൊരുക്കി കൊടുക്കുകയുമാണ് ചെയ്തത്. ഈ ചിത്രത്തിൽ നോക്കൂ, സുഗമമായി കിടാവ് പോരാൻ വേണ്ടിയ കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് അത് വലിച്ച് പുറത്തെടുക്കുവാൻ കൂടി ഒരു സഹായം തേടേണ്ടി വന്നു. നോർമലായി തന്നെ കുട്ടി തള്ളയിൽ നിന്ന് വേർപെട്ടു. കുട്ടിയുടെ മുഖം തുടച്ച ശേഷം തള്ളയുടെ മുന്നിലേക്ക് വെച്ചു കൊടുത്തു. അങ്ങനെ അതിനുശേഷം ആ തള്ള കുട്ടിയെ നക്കുന്നത് കാണുമ്പോൾ ഉള്ള ഒരു സന്തോഷം ഒരു വെറ്റിനറി സർജനെ സംബന്ധിച്ചിടത്തോളം അനിർവചനീയം തന്നെയാണ്. എന്തായാലും വേറെ കുഴപ്പമൊന്നുമില്ലാതെ തന്നെ ഈ പശുവിന് നോർമലായി തന്നെ മറുപിള്ളയും പോയി. ഇതുവരെ ദൈവസഹായത്താൽ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. എന്നാൽ എപ്പോഴും ഇതല്ല. ചില സമയങ്ങളിൽ വാട്ടർ ബാഗ് പുറത്തു വന്ന്, അതായത് തണ്ണീർക്കുടം പുറമേ കാണാമെങ്കിലും മണിക്കൂറുകളോളം പശു വേറെ മാറ്റങ്ങളൊന്നുമില്ലാതെ നിൽക്കും. ഏകദേശം 2 മണിക്കൂറിന് ശേഷവും പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചില്ല എങ്കിൽ ഒരു ഡോക്ടറുടെ സഹായം തേടേണ്ടത് അത്യാവശ്യമാണ്. ചിലപ്പോഴൊക്കെ പശു നന്നായി മുക്കുന്നുണ്ടെങ്കിലും വാട്ടർ ബാഗ് അഥവാ തണ്ണീർക്കുടം പുറത്തേക്ക് വരാത്ത അവസ്ഥയുണ്ടാവും. തണ്ണീർക്കുടം പൊട്ടിയാൽ തന്നെ മറ്റ് ശരീരഭാഗങ്ങളൊന്നും പുറത്തേക്ക് വരാത്ത അവസ്ഥയും ഉണ്ടാകും. ഈ സമയങ്ങളിൽ എത്രയും പെട്ടെന്ന് ഡോക്ടറുടെ സേവനം തേടേണ്ടതാണ്. അതായത് തണ്ണീർക്കുടം പൊട്ടിക്കഴിഞ്ഞാൽ 1/2 മണിക്കൂർ മാത്രമേ മാക്സിമം വെയിറ്റ് ചെയ്യാൻ പാടുള്ളൂ. എന്നാൽ തണ്ണീർക്കുടം പൊട്ടി പശുവിൻ്റെ കൈ പുറത്തേക്ക് വന്നാലും വീണ്ടും പ്രസവം നടക്കാത്ത അവസ്ഥയുണ്ടാകാം. അതിൻ്റെ കാരണങ്ങളെ 2ആയി തരംതിരിക്കാം. ഒന്ന് അമ്മയുടെ ഭാഗത്തു നിന്നുള്ള കാരണങ്ങളും ഒന്ന് കുട്ടിയുടെ ഭാഗത്തു നിന്നുള്ള കാരണങ്ങളും. അമ്മയുടെ ഭാഗത്തു നിന്നുള്ള കാരണങ്ങളിൽ ഗർഭാശയത്തിൻ്റെ ശരിയായ വികാസമില്ലായ്മ, പശുവിൻ്റെ ആരോഗ്യക്കുറവ്,
ഗർഭാശയത്തിൻ്റെ മരവിപ്പ് ഇവ കാരണങ്ങളായി വരും. എന്നാൽ കുട്ടിയുടെ ഭാഗത്തു നിന്നുള്ള കാരണങ്ങളാവട്ടെ, കുട്ടിയുടെ തലയോ കയ്യോ തിരിഞ്ഞു മറ്റോ കിടക്കുകയാണെങ്കിൽ പ്രസവം ബുദ്ധിമുട്ടാകാം. അതേപോലെ തന്നെ കൈക്ക് പകരം കാലാണ് വരുന്നതെങ്കിലും പ്രസവം ബുദ്ധിമുട്ടാകാം. ഈ ചിത്രങ്ങളിലെല്ലാം കാണുന്നത് അങ്ങനെയുള്ള അസ്വാഭാവികമായ പൊസിഷനുകളാണ്. ഈ ചിത്രത്തിൽ കാണുന്നത് പോലെയൊക്കെയാണ് കുട്ടി കിടക്കുന്നതെങ്കിൽ എപ്പോഴും പ്രസവം ബുദ്ധിമുട്ടുള്ളതാക്കും. അതിന് സഹായത്തിനായി വെറ്റിനറി ഡോക്ടറുടെ സഹായം കൂടിയേ തീരൂ. കൂടാതെ കുട്ടിയുടെ വലിപ്പം കൂടുതലും ഒരു കാരണം തന്നെയാണ്. ചിലപ്പോൾ കണ്ടമാനം കുട്ടിയുടെ വലിപ്പം കൂടിയിട്ട് പശുവിന് പുറന്തള്ളാൻ പറ്റാത്ത രീതിയിലേക്ക് വലിപ്പമാകുന്നു. പശു കുറേ നേരം ശ്രമിച്ചിട്ട് പറ്റാതെ പശു ക്ഷീണിക്കുകയും പിന്നീട് ആ പ്രസവം നോർമലായി നടക്കാതെ വരികയും ചെയ്യുന്നു. ഇങ്ങനെ സമയം വൈകിക്കഴിയുമ്പോൾ പലപ്പോഴും കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട്. ഈ ചിത്രത്തിൽ കാണുന്ന ദൃശ്യത്തിലേത് അങ്ങനെ ഒരു നിർഭാഗ്യകരമായ പ്രസവത്തിൻ്റേതാണ്. ഇവിടെ കർഷകൻ സമയം വൈകിയത് അറിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ആ കുട്ടി മരണപ്പെടുകയും ചെയ്തിരുന്നു. ഈ പശുവിന് പ്രസവാനുബന്ധിയായി മറ്റു പല കോംപ്ലിക്കേഷൻസും നേരിടേണ്ടി വരികയും ചെയ്തു. പശുവിനെ ആരോഗ്യവതിയായി തിരിച്ചു കിട്ടിയെങ്കിലും കുട്ടിയുടെ നഷ്ടം നികത്താനാവാത്തത് തന്നെ. നമുക്കെല്ലാവർക്കും പശു നോർമലായി പ്രസവിക്കുന്നത് തന്നെയാണ് ഇഷ്ടം. അത് സംഭവിക്കണമെങ്കിൽ കർഷകർ ഓരോരുത്തരും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് പശുവിൻ്റെ ആരോഗ്യം തന്നെയാണ്. ഗർഭാവസ്ഥയിലും പ്രസവം അടുക്കുന്ന സമയങ്ങളിലും അവൾ പൂർണ്ണ ആരോഗ്യവതിയായിരിക്കണം. അതിന് ഗർഭകാലത്തെ പരിചരണവും ഒക്കെ ശാസ്ത്രീയമായി തന്നെ നടത്തണം. പ്രസവത്തിൻ്റെ വിവിധ ഘട്ടങ്ങളെപ്പറ്റിയും പരിചരണ മുറകളെപ്പറ്റിയുമൊക്കെ വിവിധ വീഡിയോകൾ ഞാൻ ഈ ചാനലിൽ നേരത്തെ തന്നെ ഇട്ടിട്ടുള്ളതാണ്. അത് കാണാത്തവർ അത് കണ്ട് മനസ്സിലാക്കുക. ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തട്ടെ, ഒരു പശുവിൻ്റെ പ്രസവ ലക്ഷണം ആരംഭിച്ച് തണ്ണീർക്കുടം പൊട്ടിക്കഴിഞ്ഞാൽ അരമണിക്കൂറിനുള്ളിൽ പ്രസവം നടന്നിരിക്കണം. അല്ലെങ്കിൽ ചിലപ്പോഴെങ്കിലും അത് ആ കുഞ്ഞിൻ്റെ ജീവന് ഹാനികരമായേക്കാം. എന്നാൽ ചിലപ്പോഴൊക്കെ ഗർഭകാലം കഴിഞ്ഞിട്ടും പശു പ്രസവിക്കാതെ ഇരിക്കുന്ന ഒരവസ്ഥയും ഉണ്ടാകും. അങ്ങനെയുള്ള സാഹചര്യങ്ങളും ഒരു വെറ്റിനറി ഡോക്ടറുടെ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. കാരണം ഗർഭപാത്രത്തിൻ്റെ പിരിച്ചിൽ കൊണ്ടും ഇങ്ങനെ സംഭവിക്കാം. അങ്ങനെയുള്ളപ്പോൾ അത് കറക്റ്റ് ചെയ്യാതെ പ്രസവം നടക്കുകയില്ല. ഇനി കുട്ടിയുടെ കൈക്ക് പകരം കാലാണ് പുറത്തേക്ക് വരുന്നതെങ്കിലും 2 കൈക്ക് പകരം 1 കൈയാണ് പുറത്തേക്ക് വരുന്നതെങ്കിലും ഡോക്ടറെ വിളിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. കാരണം ഒരു കൈ ചിലപ്പോൾ എവിടെയെങ്കിലും തിരിഞ്ഞു കിടക്കുകയാവും. എന്തു തന്നെ ആയിരുന്നാലും സമയത്തുള്ള വെറ്റിനറി ഇടപെടലുകളിലൂടെ ഏത് പ്രസവവും സുഖപ്രസവമാക്കിയെടുക്കാം. എങ്കിലും ചില സന്ദർഭങ്ങളിൽ സിസേറിയൻ വേണ്ടി വരാറുമുണ്ട്. എങ്ങനെയായാലും പശുവിനെയും കുഞ്ഞിനെയും ജീവനോടെ സുരക്ഷിതമായി ഈ ഭൂമിയിലേക്ക് ആനയിക്കുക എന്നുള്ളതാണ് നമ്മുടെ കർത്തവ്യം. അതിനായി നമുക്കേവർക്കും ഒത്തൊരുമിച്ച് പരിശ്രമിക്കാം. നന്ദി, നമസ്കാരം. നമുക്കിനിയും കാണാം അടുത്ത വിജ്ഞാനപ്രദമായ ഒരു വീഡിയോയിൽ.